Hi friends, today we are going to discuss Pearson's product moment correlation coefficient. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ അതിൻ്റെ തിയറി പാർട്ട് കണ്ടിരുന്നു. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇറ്റ്സ് ന്യൂമറിക്കൽ പാർട്ട്. അതിൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് നമുക്ക് എഴുതാം. R is equal to sigma x minus x dash into y minus y dash divided by s of x n s of x into s of y. അതാണ് അതിൻ്റെ ഇക്വേഷൻ. അത് നമ്മൾ ആദ്യം തന്നെ എഴുതുന്നു. ദെൻ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. സബ്ജക്റ്റ് ഒരു 10 സബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആൻഡ് വൈ വേരിയബിൾസ് തന്നിട്ടുണ്ട്. ആ എക്സ് ആൻഡ് വൈ വേരിയബിൾസിനെ ഒന്ന് അനലൈസ് ചെയ്യുക. ദെൻ അതിന് ശേഷം അതിന് വേണ്ടുന്ന കുറച്ച് ഡേറ്റാസ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. അത് ഇതൊക്കെയാണ് എക്സ് മൈനസ് എക്സ് ഡാഷ് വൈ മൈനസ് വൈ ഡാഷ് അതിൻ്റെ സ്ക്വയേഴ്സ് ആൻഡ് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എക്സ് മൈനസ് എക്സ് ഡാഷിൻ്റെ വൈ മൈനസ് വൈ ഡാഷിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. സോ നമ്മൾ ആദ്യം എൻ കാണുന്നു. ടോട്ടൽ സബ്ജക്ട്സ് ആണ് എൻ എന്ന് പറയുന്നത്. അത് അതേ കണക്ക് എഴുതുന്നു. ഇനി നമ്മൾ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ടോട്ടൽ വാല്യൂ ആണ്. എക്സ് ആ ഒരു വേരിയബിൾസ് എല്ലാം ആഡ് ചെയ്യുന്നു. സോ നമുക്കത് എക്സ് വേരിയബിൾസ് ആഡ് ചെയ്തപ്പോൾ 110 എന്നാണ് കിട്ടുന്നത്. എക്സ് വേരിയബിൾസ് ആഡ് ചെയ്തെടുത്തതാണ്. ദെൻ നമ്മൾ എക്സ് ഡാഷ് കാണണം. എക്സ് ഡാഷ് കാണാനായിട്ട് വളരെ ഈസിയാണ്. ആ ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. സോ നമുക്കത് 11 എന്ന് കിട്ടുന്നു. ഞാനതൊന്ന് എഴുതുന്നുണ്ട്. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 11. ഇതുപോലെ തന്നെ വൈ ഡാഷ് കാണുകയാണ്. വൈ ഡാഷ് കാണാൻ ആ വൈ വേരിയബിൾസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുന്നു. ദെൻ ആ ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്കവിടെ 12 എന്ന് കിട്ടുന്നു. ആ ഒരു നമ്പർ നമ്മൾ അതേ കണക്ക് തന്നെ വൈ ഡാഷിന് താഴെ എഴുതുന്നു. ഇനി എക്സ് മൈനസ് എക്സ് ഡാഷ് കണ്ടുപിടിക്കുകയാണ്. അതായത് എക്സ് ഡാഷ് നമുക്ക് കിട്ടി 11 ആണെന്ന്. ഇനി ഓരോ എക്സ് വേരിയബിളിനെയും ആ എക്സ് ഡാഷിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുകയാണ്. 11 മൈനസ് 11, 13 മൈനസ് 11, 16 മൈനസ് 11. അങ്ങനെ നമ്മൾ ആ എക്സ് മൈനസ് എക്സ് ഡാഷ് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു കോളം ഫില്ല് ചെയ്യുന്നു. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് വൈ വേരിയബിൾസും വൈ ഡാഷ് 12 ആണെന്ന് കിട്ടുന്നു. ഓരോ വൈ വേരിയബിളിൽ നിന്നും നമ്മളിത് സബ്സ്ട്രാക്ട് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. ഇനി ഇതിൻ്റെ സ്ക്വയേഴ്സ് എക്സ് മൈനസ് എക്സ് ഡാഷിൻ്റെ സ്ക്വയേഴ്സ് കിട്ടുന്നു. ചിലതൊക്കെ നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിലും അത് പോസിറ്റീവിൽ തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ വൈ മൈനസ് വൈ ഡാഷിൻ്റെ സ്ക്വയർ എടുക്കുന്നു. ദെൻ എക്സ് മൈനസ് എക്സ് ഡാഷിൻ്റെ വൈ മൈനസ് വൈ ഡാഷിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ്. 0 into 1, 2 into 4 അങ്ങനെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. ദെൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സിഗ്മ അല്ലെങ്കിൽ സമ്മ് കാണുകയും ചെയ്തു. ഇനി എന്താണ് ചെയ്യുന്നത്? എസ് ഓഫ് എക്സ് ആണ് കാണുന്നത്. എസ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ അറിയാം. സിഗ്മ എക്സ് മൈനസ് എക്സ് ഡാഷിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്നാണ് വരുന്നത്. എക്സ് മൈനസ് എക്സ് ഡാഷിൻ്റെ സ്ക്വയർ നമ്മൾ സമ്മ് കണ്ടുവച്ചിട്ടു 156 എന്നായിരുന്നു. ഡിവൈഡഡ് ബൈ നമ്പർ 10 കൊടുക്കുന്നു, വാല്യൂ കണ്ടുപിടിക്കുന്നു. അതുപോലെ എക്സ് ഓഫ് വൈയും കണ്ടുപിടിക്കുന്നു. ദെൻ സിഗ്മ എക്സ് കാണുകയാണ്. എക്സ് മൈനസ് എക്സ് ഡാഷിൻ്റെ വൈ മൈനസ് വൈ ഡാഷ് വെച്ച് കാണുന്നു. അതിനകത്ത് ആറിൻ്റെ കാണാനായിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എക്സ് മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു വൈ മൈനസ് വൈ ഡാഷ് ഡിവൈഡഡ് ബൈ എൻ എസ് ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ദ ഫൈനൽ ആൻസർ ഇസ് 0.937. ഇതിന് നമ്മൾ ഡീവിയേഷൻ ഫോർമുല എന്ന് പറയാറുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നമുക്ക് വളരെ ഈസിയാണിത്. നമുക്കിത് കാണാനായിട്ട് എക്സ് മൈനസ് എക്സ് ഡാഷ് വൈ മൈനസ് വൈ ഡാഷ് അതിൻ്റെ സ്ക്വയേഴ്സ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് മാത്രം മതിയാകും. സോ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.